السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله. أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة. ബഹുമാനമുള്ള ഫത്തുഹൽ മുഈൻ അൽഫിയ ക്ലാസ് സബക്കിലെ ബഹുമാനികളെ, പ്രത്യേകിച്ച് അഹ്ലുൽ ബൈത്ത് പണ്ഡിതന്മാർ, ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, ഫത്തുഹൽ മുഈന്റെ ബാക്കി ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. നജസിനെ സംബന്ധിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിന്റെ ബാക്കി വയുഅഫ അൻ ദമി നഹവി ബർഗൂസിൻ ബുർഗൂസിൻ ബിർഗൂസിൻ മൂന്ന് വായിക്കാം. മിമ്മ ലാ നഫസ ലഹു സായിലത്തുൻ കബഊലിൻ വഖുമ്മലിൻ ലാ അൻ ജിദ്ദിഹി. അതായത് ബർഗൂസ് എന്ന് പറഞ്ഞാൽ ചെള്ള്, കൊതു, മൂട്ട പോലോത്തതിന്റെ രക്തത്തിനെ തൊട്ട് അഫുവുണ്ട്. എവിടെ അഫുവ് എന്ന് പറയണത്? ശരീരത്തിലായി, അല്ലെങ്കിൽ വസ്ത്രത്തിലായി, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തായി. ഇവിടെയൊക്കെ ആയാല് അതിനെ തൊട്ട് എന്തുണ്ട്? അഫുവുണ്ട്. അതായത് നിസ്കാരം മടക്കേണ്ടതില്ല. ബർഗൂസ് എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിമ്മാല നഫസ ലഹു സായിലത്തുൻ, അതിന് ഒലിക്കുന്നതായ രക്തമില്ല എന്നാണ്. മിമ്മ ഒരു ഷെയ്, ലാ നഫസ ലഹു അതിന്റെ ശരീരത്തിനേക്കില്ല, സായിരത്തിൻ ഒലിക്കുന്ന രക്തമില്ലാത്ത സാധനം, അതാണ് ബർഗൂസ് എന്ന് പറയുന്നത്. അതിന് മൊത്തത്തിലുള്ള പേരാണത്. അല്ലെ ബിർഗൂസ്, അല്ലെ ബുർഗൂസ്. അത് ഏതുപോലെയൊക്കെ ബഊലിൻ മൂട്ട പോലെ, കുമ്മലിൻ പേന്, മൂട്ട പേന്, ഇതിനൊന്നും ഒലിക്കുന്ന രക്തമല്ല. അപ്പൊ ഇതിന്റെ രക്തത്തിന് തൊട്ട് തന്നെ അഫുണ്ട്. പക്ഷെ ലാ അൻ ജിൽദിഹി, അത് ചത്താൽ അതിന്റെ തോല് ആയാല് അതുകൊണ്ട് എന്താവില്ല, പിന്നെ അഫുവില്ല. കാരണം നിസ്കാരം മടക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പോ ബർഗൂസോ അല്ലെ കുമ്മല്, അതായത് പിന്നെ പേന് അല്ലെങ്കിൽ ചെള്ള്, കൊതു, മൂട്ട, ഇതിന്റെ കിഷർ തൊലി ഉണ്ടല്ലോ, അതായത് ജിൽദന തൊലി, ഈ തൊലി നമ്മുടെ ശരീരത്തിലായിട്ടുണ്ടെങ്കിൽ അത് എന്താ മഅഫൂൻ അൻഹു അല്ല. എങ്ങനെയെന്ന് വെച്ചാല് നമ്മളിപ്പോ നിസ്കരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിലായി, പക്ഷെ അത് ആയത് നമുക്കൊട്ട് അറിയില്ല, എന്നാ നിസ്കാരം ബാത്തിലാണ് എന്നാ പറയുന്നത്. പക്ഷെ അവിടെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം ഉണ്ട്. കാരണം ഇല്ലം യുഅലം ബിഹി എന്ന പോലെ പറഞ്ഞ്, അറിഞ്ഞിട്ടില്ല എങ്കിൽ അഫുണ്ട്, അറിഞ്ഞാലാണ് അഫുവില്ലാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റ് ചില വസ്തുക്കളുണ്ട്. അതായത് ഇപ്പോ ഈ കുമ്മലിന്റെ ഒക്കെ പേനിന്റെ ഒക്കെ ചെളുക്ക, ഇത് ചിലപ്പോ തലപ്പാവിലായി, അതല്ലെങ്കിൽ നമ്മളെ തുണിയിലോ അല്ലെങ്കിൽ മുണ്ടിലോ ഒക്കെ അവിടെ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചു. പക്ഷെ ഇത് ആയത് എപ്പോഴാണ്? നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആയത്. അങ്ങനെ ആകുമ്പോൾ നിസ്കാരത്തിൽ നമുക്ക് തഫ്തീഷ് ചെയ്യാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിസ്കാരത്തിൽ ആയിക്കൊണ്ടിരിക്കെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ നമുക്ക് അഫുണ്ട്. അതേ സമയത്ത് നിസ്കാരത്തിന്റെ മുമ്പാണ് അത് ആയത് എങ്കിൽ അഫുവില്ല. കാരണം അപ്പൊ നമുക്ക് പരിശോധിക്കായിരുന്നു. നിസ്കാരത്തിന് ശേഷം ആയതാണെങ്കിൽ പിന്നെ ആ നിസ്കാരം കഴിഞ്ഞല്ലോ, അതിന് ശേഷമാണെങ്കിൽ നമുക്ക് അപ്പോഴും പരിശോധിക്കാം. അപ്പൊ നിസ്കരിക്കുന്ന ഹാലിലായിട്ട് ഇതുപോലുള്ള തോലോ ചെളുക്കയോ പോലത്തത് തലപ്പാവിലോ അല്ലെങ്കിൽ കുപ്പായത്തിന്റെ കഫിലോ അല്ലെങ്കിൽ മുണിയിലോ ഒക്കെ ആയാല് അതുകൊണ്ട് അഫുവ് ഉണ്ട്. മുമ്പാണെങ്കിൽ അഫുവ് ഇല്ല. അതേ സമയത്ത് അതിന്റെ തൊലി പോലത്തത് നിസ്കാരത്തില് ആയി, അതേ സമയത്ത് അത് അറിഞ്ഞിട്ടില്ല എങ്കിൽ മുഅത്തമദായ മസ്അല എന്ത് തന്നെയാണ്? അത് അഫുവ് ഇല്ല എന്നതാണ്. അതേ സമയത്ത് ഒരു വിഭാഗം പണ്ഡിതരുടെ അഭിപ്രായം അറിഞ്ഞാലാണ് അഫുവില്ലാത്ത, അറിഞ്ഞിട്ടില്ലെങ്കിൽ അഫുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ലാ അൻ ജിൽദിഹി, ആ കുമ്മല്, അതായത് ലാ അൻ ജിൽദിഹി, അതാ ബർഗൂസിന്റെ തൊലിയെ തൊട്ടല്ല. ചില തൊലിയാണെങ്കിൽ അതുകൊണ്ട് അഫുവ് ഇല്ല. അതുപോലെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വദമി നഹവി ദുമ്മല് പോലോത്തതിന്റെ രക്തം. ഈ ദുമ്മല് എന്ന് പറഞ്ഞാൽ ബസറത്തിൽ, അതായത് ചോരക്കുരു, അതുപോലെ ജുറഹൻ മുറിവിലുണ്ടാവുന്ന രക്തം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വരുന്ന രക്തത്തിനെ തൊട്ട് അഫുവ് ഉണ്ട്. വൻ കൈഹി, വൻ കൈഹി വ സ്വദീദിഹി, ഈ ദുമ്മല്, അതായത് ചോരക്കുരു, അപ്പൊ അതിന്റെ ഒക്കെ ചലവും അതുപോലെ ചീഞ്ചലം, അതായത് രക്തവും ചലവും കൂടി കലർന്നതും അതല്ലാത്തതും, അപ്പൊ അതുപോലത്തതിനെ തൊട്ടും അഫുണ്ട്. വൈൻ കസുറ,
ഈ പറയപ്പെട്ട ദമുകളൊക്കെ എന്താണ് വൈൻ കസുറ ദമൂൻ രക്തം അധികരിച്ചാലും അഫു ഉണ്ട് ഫീഹിമ ഈ ബർഗൂസ് അതുപോലെ തന്നെ ദുമ്മല് അതുപോലെ കുമ്മല് പോലോത്തതില് ഒക്കെയും അഫു ഉണ്ട്. ഏത് കോലത്തിലാണ് വന്തശറ അത് ഇങ്ങോട്ട് പരന്നു പിറക്കൻ വിയർപ്പുകൊണ്ട് വിയർപ്പിലും അങ്ങോട്ട് പരന്നു, അല്ലെങ്കിൽ ഔ ഫഹ്സൽ അവലു ആദ്യത്തേത് എന്തായിട്ടുണ്ട് കഷ്ടത്തരമായി. ആദ്യത്തെ എന്ന് പറഞ്ഞാല് പിന്നെ ചെള്ളുകതു മൂട്ട പോലുള്ളത് ബൈസു തബ്ബക സൗബ വസ്ത്രത്തിനെ അതങ്ങട്ട് പിന്നെ ഇൽത്തിആമു ചെയ്തു എന്ന് പറയും. അതായത് വസ്ത്രത്തിൽ നിന്ന് അത് ഒഴിവാകാൻ പറ്റുന്നില്ല, കാരണം അത് വസ്ത്രത്തിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കോലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അലൽ മൻഖൂലിൽ മുഅ്തമദി പ്രബലമായ നഖല് അടിസ്ഥാനത്തില് അതിലൊക്കെയും എന്തുണ്ട് അഫുണ്ട്. എപ്പോൾ അഫുണ്ട് ബിഗൈരി ഫിഅലിഹി അവന്റെ ഈ മൽബൂസിന്റെ പ്രവൃത്തി കൊണ്ട് അല്ലാതെ അധികരിച്ചതാണ് എങ്കിൽ ഈ പറഞ്ഞതിലൊക്കെയും നമുക്ക് അഫുണ്ട്. അപ്പൊ ചോരക്കുരു ആണ്, അല്ലെങ്കിൽ മുറിവിൽ നിന്നുണ്ടാകുന്ന രക്തമാണ്, അതിലുണ്ടാകുന്ന ചലമാണ്, അല്ലെങ്കിൽ ചീഞ്ചലമാണ്, ഇതൊക്കെ ഏതാണ് അഫുണ്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ട് അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ പ്രവൃത്തി കൊണ്ടാണെങ്കിലോ അപ്പോ പിന്നെ മനസ്സിലാക്കണം. ഫൈൻ കസുറബി ഫേലിഹി ഈ ലാബിസ് ധരിച്ച ആളുടെ ഫെയില് കൊണ്ട് അധികരിച്ചാൽ കസ്തൻ അവന്റെ കരുത്തോടു കൂടെ, അതായത് കത്തലനഹ് ബർഗൂസിൻ ഫി സോബിയാന്റെ വസ്ത്രത്തിൽ ഒരു ബർഗൂസിന്റെ ഒരു ചെള്ളുണ്ടല്ലോ മൂട്ടുണ്ട്, അതിനാണ് അവിടെ അടിച്ചു കൊന്നു. ആ അസുറൻ അഹബ് തുമ്മലിൻ അല്ലെങ്കിൽ ചോരക്കുരുണ്ട്, അതിനെന്താക്കിനെ പിടിച്ചതിനെ പീഞ്ഞാന്, അല്ലെങ്കിൽ അവ ഹമല സൗബൻ ഒരു വസ്ത്രത്തെ അവൻ ചുമന്നു ഫീ അതിലുണ്ട് ബറാഗീസിന്റെ അതായത് ചെള്ളു കൊതു മുട്ട പോലത്തിന്റെ രക്തമുണ്ട് മസലത്തിൽ ഉദാഹരണം. എന്നിട്ടോ സൊല്ല ഫീ അതിലവൻ നിസ്കരിക്കുകയും ചെയ്തു. ഔ ഫറഷു അല്ലെങ്കിൽ അതിനോ വിരിച്ചു, എന്നിട്ടോ സൊല്ല അലഹി അതിന്റെ മേലോ നിസ്കരിച്ചു. അല്ലെങ്കിൽ ഔ സാദ അല മൽബൂസി ആദ്യം ഓന്റെ ആവൃത്ത് മറക്കാനൊരു ഡ്രസ് ഉണ്ട്, അതിന്റെ മുകളിലൊരു മേൽത്തട്ടായിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഉള്ളതിന് ഇട്ടു എന്നർത്ഥം. ലാല് ഗറലിൻ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ല, തജമ്മുലിൻ അത് ഗറൽ എന്താണ് തജമ്മുല്, അതായത് ഇപ്പൊ കുറച്ച് കാര്യപ്പെട്ട ആൾക്കാരാണ്, വലിയ ആലിമികളാണ്, അപ്പൊ രണ്ടാം മുണ്ടൊക്കെ തൊള്ളിടൂലേ, അപ്പൊ അങ്ങനെയുള്ളൊരു തജമ്മുൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ ആണ് എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഓന്റെ പ്രവൃത്തി കൊണ്ടാണ് എങ്കിൽ ഫലാ യുഅഫ അഫ്വ ഇല്ല അനിൽ ഖലീലി ഈ പറഞ്ഞതൊക്കെ തൊട്ടൊന്നും അഫ്വ് ഇല്ല ഫലാ യുഅഫ ഇല്ല ഖലീൽ ഇതിനുള്ള അസഹ പ്രകാരം കുറഞ്ഞതിനെ തൊട്ടല്ലാതെ അഫ്വില്ല. അപ്പൊ ഇതൊക്കെ അധികരിച്ചതായിട്ട് വന്നു അവന്റെ പ്രവൃത്തി കൊണ്ടാവുകയും ചെയ്താൽ അവിടെ നമുക്ക് അഫ്വില്ല, എന്താവണം നിസ്കാരം അടക്കേണ്ടി വരും. കമാഫി തഹഖീഖ് വൽ മജ്മൂഇ അവിടേക്കുള്ളത് അങ്ങനെയാണ്. വൈനക്തദ കലാമു റൗള എന്ന കിതാബിന്റെ അവിടുത്തെ സംസാരത്തിന്റെ തേട്ടം അൽ അഫു ഉണ്ട്, അതായത് മാഫുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്. അൻ കസീരി ദമിൻ അഹബി ദുമ്മല് പോലോത്തതിന്റെ രക്തത്തിന് അധികരിച്ചതിനെ തൊട്ട് വൈൻ ഉസറ അതിനോട് പിഴിഞ്ഞാലും ശരി എന്ന് അതിലുണ്ട്. അപ്പൊ ചില ഘട്ടങ്ങളിൽ ഈ അഭിപ്രായങ്ങളൊക്കെ നിലവിൽ ഫിഖിൽ ഉണ്ടായത് നമുക്കത് ഉപകാരപ്പെടുത്താം എന്നർത്ഥം. വാഴ്ത്തമതു അങ്ങനെ അഫുണ്ട് എന്നതിനെ മുഴത്തമതാക്കി ഇബ്നു നഖീബ് എന്നവരും അൽ അസ്റഇയു ഇവരൊക്കെയും. അപ്പൊ മനസ്സിലാക്കണം മഹല്ലുൽ അഫ്വി ഹുന അതായത് ബർഗൂസ് പോലോത്തതില് അഫുവിന്റെ മഹല്ല് വഫീമാ യഅതി ശേഷം വരാൻ പോകുന്നതിലും ബിൻ നിസ്ബത്തി ഇലസ്വലാത്തി നിസ്കാരങ്ങൾ നോക്കിയിട്ടാണ്. നിസ്കാരത്തിൽ ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയാകാൻ എന്നതിലേക്ക് നോക്കിയിട്ടാണ് ഈ പറഞ്ഞതിലൊക്കെ അഫു എന്ന് പറപ്പിന്റെ ഇവിടേക്കല്ല. ലാലിനഹുമായും ഖലീലിൻ കുറഞ്ഞ വെള്ളത്തിലേക്ക് നോക്കിയിട്ടില്ല, അവിടൊക്കെയാണ് ഇത് ചാടിയത് എങ്കിൽ ഫയൻജുസുബി പി പറയപ്പെട്ടത് കൊണ്ട് എന്താവും നജീസാവും. ചെള്ളുകതു മൂട്ട പോലത്തിന്റെ രക്തം കൊണ്ട് അത് എന്താവും നജീസാവും. വൈൻ കല്ല എത്ര കുറഞ്ഞാലും ശരി. പക്ഷെ വല അസറലി മുലാഖാത്തിൽ ബദനി ശരീരം കണ്ടുമുട്ടുന്നതിനൊക്കെ ഒരു അസറില്ല, ഒരു പിന്നെ വീര്യമില്ല. ലഹു ഈ പറയപ്പെട്ട പിന്നെ ബർഗൂസ് അതുപോലെ ദുമ്മല് അതുപോലെ കുമ്മല് പോലത്തെ സാധനങ്ങള് റുത്തുബൻ പച്ചയായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പച്ചയായ സമയത്ത് അങ്ങനെ ആവുന്നതിന് ഒരു അസറുമില്ല. വല യുകല്ലിഫു തൻഷീഫുൽ ബദനി ശരീരത്തിനെ തോർത്തലിനോട് നമ്മൾ കീർത്തിക്കപ്പെടുകയുമില്ല. ലുസ്രി അതങ്ങനെ ശരീരം എപ്പോഴും തോർത്താന്നുള്ള ബുദ്ധിമുട്ടായതിനു വേണ്ടി. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പച്ചയായ സ്ഥിതിയില് പിന്നെ അത് നമ്മുടെ ശരീരത്തിലാവുകയോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ പേരിൽ നമ്മുടെ ശരീരം ഉണക്കി വൃത്തിയാക്കണം എന്നോട്ട് കീർത്തനയും ഇല്ല.
എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ ഇനി ബാക്കി ഭാഗം നമുക്ക് നാളെ വിശദീകരിക്കാം. അപ്പൊ ഇന്ന് ചുരുക്കത്തില് വറവൂസ് പോലത്തിന്റെ രക്തം, പിന്നെ ചെള്ളുകൊതു മൂട്ട, അതുപോലെ തന്നെ ചോരക്കുരു, ഇവങ്ങനൊക്കെ അഫുണ്ട്. നമ്മുടെ പ്രവൃത്തി ഇല്ലാതെ അധികരിച്ചാലും അഫുണ്ട്. നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് എങ്കിൽ ഖലീലിനെ തൊട്ട് മാത്രമേ അഫുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ അഫുണ്ട് എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ഇത് ശരിക്ക് നമ്മുടെ നിസ്കാരത്തിലേക്ക് നോക്കിയിട്ടാണ്. നിസ്കാരത്തില് വസ്ത്രം, സ്ഥലം, അതുപോലെ തന്നെ ശരീരം, ഈ പറയുന്ന സ്ഥലത്ത് കൂട്ടണം. മറ്റുള്ള ഭാഗത്തേക്ക് നോക്കിയിട്ട് അല്ല എന്നും ഫിഖ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യുന്ന വസിയത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.